നമസ്കാരം. ഊർജ സംഭരണത്തിന്റെ ഭാവി മാറിമറിയാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തവുമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ. ഊർജ സംഭരണത്തിന്റെ പരമ്പരാഗത മാർഗമായ ലിഥിയം അയൺ ബാറ്ററികൾക്ക് പകരമായി ഉപയോഗപ്പെടുത്താവുന്ന പേപ്പർ ബാറ്ററികളാണ് അവർ സാങ്കേതിക ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പായ ഫ്ലിന്റ് ആണ് ഈ പേപ്പർ ബാറ്ററികളുടെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ പുതിയ കണ്ടുപിടുത്തം ബെസ്റ്റ് ഓഫ് CES സസ്റ്റൈനബിലിറ്റി അവാർഡ് പോലുള്ള ശ്രദ്ധേയ നേട്ടങ്ങൾക്കും ഇതിനോടകം അർഹമായി കഴിഞ്ഞു. പേപ്പർ ബാറ്ററികൾ എന്നത് പേര് സൂചിപ്പിക്കും പോലെ കടലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ചെലവ് കുറഞ്ഞതും തീർത്തും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഊർജ്ജ സംഭരണ മാർഗമായി അത് മാറുന്നു. ഇത്തരം ബാറ്ററികളുടെ ഭാരക്കുറവും വഴക്കവും അവയുടെ ശ്രദ്ധേയ സവിശേഷതകളിലൊന്നാണ്. വിഷരഹിത വസ്തുക്കളാൽ നിർമ്മിക്കപ്പെടുന്ന പേപ്പർ ബാറ്ററികൾ അവയുടെ ഉപയോഗ കാലപരിധി അവസാനിക്കുന്ന മുറയ്ക്ക് പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും വരുത്താതെ തന്നെ നീക്കം ചെയ്യാനുമാകും. അപൂർവ ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി അല്ലാത്തതിനാൽ തന്നെ അവയുടെ വ്യാപക ഉപയോഗ സാധ്യതയും തെളിയുകയാണ്. ഇന്ന് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ ഉയർത്തുന്ന വലിയ വെല്ലുവിളികൾ ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കിടെ കടലാസ് ബാറ്ററികളുടെ വരവ് അവയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നത് ഉറപ്പാണ്. ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവയിൽ മുതൽ വലിയ തോതിലുള്ള വ്യാവസായിക ഊർജ്ജ സംഭരണത്തിനായി വരെ ഈ പുതിയ കണ്ടുപിടുത്തം വിനിയോഗപ്പെടുത്താനാകും. സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഫ്ലിന്റിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത പേപ്പർ ബാറ്ററികളിൽ പ്രകൃതിദത്ത വിഭവമായ സസ്യങ്ങളിലെ സെല്ലുലോസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത് പ്രകൃതിയിൽ സമൃദ്ധമാണ് താനും. ഫ്ലിന്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സസ്യാധിഷ്ഠിത ബാറ്ററികൾ ലിഥിയം ബാറ്ററികളെക്കാൾ ചിലവിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ ആകർഷണീയമാണ്. പ്രശസ്ത അമേരിക്കൻ ബിസിനസ് മീഡിയ കമ്പനിയായ ഇങ്ക് ഈ പുതു കണ്ടുപിടുത്തത്തെ വിലയിരുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പേപ്പർ ബാറ്ററികളിലെ സെല്ലുലോസ് ആനോഡിനും കാഥോഡിനുമിടയിൽ അയോണുകൾ കൈമാറുന്നതിനുള്ള ഒരു ഇലക്ട്രോലൈറ്റിക് ലായനിയായി പ്രവർത്തിക്കുന്നു. ഫലത്തിൽ ഈ ഘടന ലിഥിയം അയൺ ബാറ്ററികളുടെ പരിണാമമാണ്. പക്ഷേ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പേപ്പർ ബാറ്ററികൾ പരിസ്ഥിതി സൗഹൃദമാണെന്നതാണ്. ഈ കണ്ടുപിടുത്തത്തിന്റെ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചാണ് അന്തർദേശീയ തലത്തിൽ ഇലക്ട്രോണിക്സ് രംഗത്ത് നടത്തുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള ബെസ്റ്റ് CES ബഹുമതി നേടാൻ പേപ്പർ ബാറ്ററിയുടെ വികസനത്തിലൂടെ ഫ്ലിന്റിന് സാധിച്ചത്. പേപ്പർ ബാറ്ററികളുടെ ഉപയോഗം സാമ്പത്തികമായി ലാഭകരമാണ്. ഇവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്നും എളുപ്പത്തിൽ ലഭ്യമാക്കാനുമാകും. കൂടാതെ പാരിസ്ഥിതിക നാശത്തിന് കാരണമായി തീരുന്ന ഖനനം പോലുള്ള പ്രക്രിയകളും ഈ ബാറ്ററിയുടെ നിർമ്മാണത്തിനായി ആവശ്യമായി വരുന്നില്ല. അതുപോലെ തന്നെ ഇവയുടെ നിർമ്മാണത്തിനായി പ്രകൃതിയിൽ നിന്നും യാതൊരുവിധ മൂലകങ്ങളെയും ആശ്രയിക്കേണ്ടിയും വരുന്നില്ല. പേപ്പർ ബാറ്ററികൾ അതിശക്തമായ സമ്മർദ്ദത്തിൽ കത്തിക്കാനുമാകും. അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി അവ സ്വയം തീപിടിക്കുകയുമില്ല. അതുപോലെ തന്നെ അവ പഞ്ചർ ചെയ്യുകയോ വളയ്ക്കുകയോ തകർക്കുകയോ ചെയ്യുന്നത് പോലും അവയുടെ പ്രകടനത്തെ ബാധിക്കില്ല. ഫയർ അലാറം സംവിധാനം ഉൾപ്പെടെയുള്ള ലിഥിയം അയൺ സിസ്റ്റങ്ങളുടെ സുരക്ഷാ പ്രശ്നങ്ങളിലൊന്ന് അങ്ങനെ ഇവ പരിഹരിക്കുന്നു. പേപ്പർ ബാറ്ററികളുടെ ഭാരം കുറഞ്ഞതും വഴക്കമുള്ളതുമായ ചെറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുതൽ ഈ വാഹനങ്ങൾ, വിമാനങ്ങൾ പോലുള്ള വലിയ മെഷീനുകളിലും വിശാലമായ ഉപകരണങ്ങളിലും അവയുടെ ഉപയോഗം സാധ്യമാക്കുന്നു. ഇതിനോടകം പവർ സപ്ലൈ, സ്പേസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ നിന്നുള്ള 20-ലധികം കമ്പനികൾ ഫ്ലിന്റിന്റെ പേപ്പർ ബാറ്ററികളിൽ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പേപ്പർ ബാറ്ററികൾ ഒരു കോയിൻ ബാറ്ററിയേക്കാൾ ചെറിയ വലുപ്പത്തിലേക്ക് സാധാരണ ബാറ്ററികളുടെ നിർമ്മാണവും നിർമ്മാർജ്ജനവും പരിസ്ഥിതി മലിനീകരണം ത്വരിതപ്പെടുത്തും. ഇത്തരം മാലിന്യങ്ങളിൽ നിന്നുള്ള വിഷലിപ്തമായ ചോർച്ചകളിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളും രാസവസ്തുക്കളും പുറത്തുവരുന്നത്. അതേസമയം പേപ്പർ ബാറ്ററികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ബയോഡിഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഇത് ബാറ്ററി നിർമ്മാർജ്ജനം മൂലമുണ്ടാകുന്ന മലിനീകരണ പ്രശ്നത്തിന് വലിയ പരിഹാരമായി തീരുന്നു. ഫ്ലിന്റിന്റെ ഈ നിർണായക കണ്ടുപിടുത്തം വൻ വിജയമായി തീർന്നതോടെ സിംഗപ്പൂരിൽ പേപ്പർ ബാറ്ററികൾക്കായുള്ള ഒരു ടെസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി $2 മില്യൺ നീക്കിവച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും കടലാസ് ബാറ്ററികളുടെ വരവ് ഊർജ്ജ സംഭരണ രംഗത്ത്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിൽ സുസ്ഥിര മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.